ഹലോ ഫ്രണ്ട്സ്, കേരള ഫോർ യു യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കക്കാടിൽ നിന്ന് തുടങ്ങാനാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇവിടൊക്കെ പണി കഴിഞ്ഞ് കണ്ടപ്പോൾ ഇവിടുന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇത് കക്കാടിന്റെയും വെന്നിയൂരിന്റെ ഇടയിലുള്ള കരിമ്പിൽ പറഞ്ഞ ഭാഗത്തു നിന്നാണ്. കാച്ചടി കരിമ്പിൽ ആ ഭാഗത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇവിടുന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടൊക്കെ റോഡ് പണി ഫുള്ളായിട്ട് കഴിഞ്ഞു എന്ന് പറയാം. ഇപ്പോ കക്കാടിന്റെയും കരിമ്പിൽ കാച്ചടി ഇതിന്റെ ഇടയിലായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ചെറിയ അണ്ടർപാസ് ഉണ്ട്. ആ അണ്ടർപാസിന്റെ മുകളിലാണ് ഇപ്പൊ ഈ ടാർ ചെയ്യാതെ കാണുന്നില്ല ഈ ഭാഗം. ഇതാണ് അണ്ടർപാസ്. ഇത് ചെറിയൊരു അണ്ടർപാസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. വണ്ടിയിലൊക്കെ ആളുകൾ പോണേ നല്ല അടിപൊളിയായിട്ട് റോഡ് പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാൻ ഇവിടുന്ന് തുടങ്ങാനല്ലേ എന്ന് വിചാരിച്ചിരുന്നു കക്കാട് ഭാഗത്തുനിന്ന്. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള വർക്കാണ് ഇവിടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെൻട്രലിൽ ഉള്ള ഈ ബാരിക്കേഡിന്റെ പണി മാത്രമേ നടക്കാനുള്ളൂ. ബാക്കി കുറച്ച് ഇവിടെയൊക്കെ ഓരോ കുറച്ച് ഭാഗത്തുള്ള വർക്കുകളൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇതാണ് ഈ റോഡിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച. ഇവിടെയാണ് ഈ അണ്ടർപാസ്, ചെറിയ അണ്ടർപാസ്. അവിടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കണോ. ഇപ്പൊ ഞാൻ അവിടുന്ന് കുറച്ചുകൂടെ ഇങ്ങോട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ വഴി യാത്ര ചെയ്ത ആളുകൾക്ക് അറിയാം, ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ടായിരുന്നു. ആ പള്ളിയാണത്. ആ പള്ളിന്റെ മുന്നിലൂടെയാണ് ഇവിടൊക്കെ വർക്ക് കഴിഞ്ഞ് കാണാൻ. നിങ്ങൾക്ക് നല്ലൊരു ഭംഗിയിലുള്ള ഒരു വളവാണ് ഇവിടെ. നല്ല അടിപൊളിയായിട്ടുണ്ട്. വെയിലിന്റെ കൊണ്ട് കുറച്ച് പ്രയാസമുണ്ട് അങ്ങോട്ടൊക്കെ കാണിക്കാന്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇവിടെയൊക്കെ കിലോമീറ്റർ കണക്കിന് റോഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ. ഇവിടെ ചെറിയ കുറെ പണികൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ പെട്ടെന്ന് തീർക്കാവുന്ന പണികൾ മാത്രമാണ് നമുക്ക് കാണാം. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, വളരെ വേഗത്തിലാണ് ഇവിടെയൊക്കെ വണ്ടികൾ പോകുന്നത്. പക്ഷെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഈ റോട്ടിലൂടെ നമുക്ക് വണ്ടികൾക്ക് പോവാം. എത്ര പ്രയാസപ്പെട്ടാണ് വണ്ടികളൊക്കെ പോകുന്നില്ല. തിരക്ക് പിടിച്ച് പോകേണ്ട വണ്ടികൾക്ക് വരെ ഒറ്റ ലൈനിലാണ് ഇവിടെയൊക്കെ പോകേണ്ടത്. എത്ര വലിയ ബസ്സും ലോറിയും കാറൊക്കെ. ഇപ്പൊ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്നൊന്നും എത്തിപ്പെടാൻ പറ്റൂല. കാരണം ഒറ്റ ലൈനിലാണ് വാഹനങ്ങൾ അധികം പോകുന്നത്. അപ്പോ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പൊ ആളുകൾ ഒരു 6 മാസം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഉണ്ടാവുന്നത്. 6 മാസം കൊണ്ട് ഇവിടുന്ന് വർക്ക് കഴിഞ്ഞ് ഇവിടെ റോഡ് തുറന്നു കൊടുക്കുന്ന തോന്നുന്നത്. ഇവിടുന്ന് നോക്കിയാൽ കാണാം, അതാണ് കക്കാട് ഭാഗം. കക്കാടിന്റെ ഏറെക്കുറെ പണി കഴിഞ്ഞു തുടങ്ങി. അവിടെയുള്ള അണ്ടർപാസ് ഒക്കെ കാണാം നമുക്ക്, ഓവർപാസ്. അതിന്റെ അടുത്തേക്കൊക്കെ പണി എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് വെന്നിയൂര് വരെ കൂടുതൽ ഭാഗത്തും പണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ തന്നെ കുറെ ആളുകൾ ഇതിന്റെ റോട്ടിലൂടെ വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്നുണ്ട് കാണാം നമുക്ക്. അങ്ങോട്ട് പോയി കാണാൻ തിരിച്ചാണ് ഇങ്ങോട്ട് തന്നെ വരികയാണ്. അവിടെ വേറെ വഴിയൊന്നും കാണില്ല. റോഡ് നടത്തുന്ന വണ്ടികൾക്ക് മാത്രമേ ഇപ്പൊ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്നുകൂടെ ഈ ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിലെവിടൊക്കെ വർക്ക് കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലൈക്ക് ചെയ്യുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനിയും ആളുകൾ പുതുതായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം, അതേപോലെ ലൈക്ക് ചെയ്യാം. പിന്നെ കുറെ പ്രവാസികളായ ആളുകൾ കുറെ കമന്റിലൂടെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ കമന്റ് ഇനിയും കുറെ ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാം. അയച്ചു തരുന്ന. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് കക്കാട് എത്തിയിട്ടുണ്ട്. കക്കാടത്തെ അവസ്ഥയാണ് ഇപ്പൊ ഇത്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരു ആഴ്ച 2 ആഴ്ച മുന്നേ നല്ല മണ്ണൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. മണ്ണൊക്കെ എടുത്തു പോയി. ഇതാണ് അണ്ടർപാസ്, അല്ല ഓവർപാസ്. ഓവർപാസ് ഇതാണ്. പിന്നെ അടിഭാഗത്ത് കുറച്ച് ഭാഗത്ത് ഇനി മണ്ണൊക്കെ എടുത്ത് മാറ്റാനുള്ളൂ. ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. ഇനി സൈഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കാനുള്ള ഇതുള്ളൂ. ബാക്കി ഭാഗത്തൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ JCB ഇങ്ങനെ മണ്ണ് ചുരണ്ടി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഭാഗത്ത് അവിടെ ഈ വാള് കോൺക്രീറ്റ് ചെയ്യാനുള്ള പണിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോ ഇതിന്റെ മേലെ കൂടെ ഇതാണ് കക്കാട് ജംഗ്ഷന്. ഈ ജംഗ്ഷനില് ആദ്യം വലിയൊരു ജംഗ്ഷന്, ഇപ്പോഴും വലിയ ജംഗ്ഷൻ തന്നെ. അതിനെ
നല്ല രീതിയിൽ ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പൊ നമ്മള് റോഡിന്റെ കുറച്ച് സൈഡിക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട്, അണ്ടർപാസിന്റെ. അപ്പോ ഞാൻ ഇതിനെ കുറിച്ച് ആധികാരികമായിട്ടും പഠിച്ചുകൊണ്ട് പറയല്ല. അപ്പൊ എന്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരണേ, പറഞ്ഞു തരണേ. അപ്പൊ തെറ്റുകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. എന്താണെന്ന് നമുക്ക് ഇനി മുന്നോട്ടുള്ള കാഴ്ചകൾ എന്താ പോയി നോക്കാം. അപ്പൊ സാധാരണക്കാരനായ ഒരു ഓട്ടോറിക്ഷക്കാരനാണ്. ഓട്ടോറിക്ഷക്കാർ അതിന്റെ പരിമിതികളൊക്കെ ഉണ്ടാവും അതിൻ്റെതായിട്ടുള്ള. അപ്പോ നിങ്ങൾ ക്ഷമിക്കുക. പുതുതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ കമന്റ് ചെയ്യുക, എന്തൊക്കെ മാറ്റം വരുത്തേണ്ടത് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഇപ്പൊ നമ്മള് കൂരിയാട് പാലത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പാലത്തിന്റെ കാഴ്ചകൾ പോയി നോക്കാം. നമുക്ക് താഴെ ഒക്കെ ഒന്ന് പോയി നോക്കിയിട്ട് കാണാം. അപ്പൊ വീഡിയോയില് ഒരുപാട് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ പുതുതായിട്ട് വരുന്ന ആളുകളെയൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എന്തൊക്കെയാണ് ഇനി മാറ്റങ്ങൾ വരുത്തേണ്ടത് വീഡിയോയില്, അതിനെ പറ്റിയൊക്കെ നിങ്ങളെ അറിയിക്കുക. അപ്പോ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം നമുക്ക് പാലത്തിന്റെ അടിഭാഗത്തോട്ടൊന്ന് പോയി നോക്കാം, എന്നിട്ട് പാലത്തിന്റെ മുകളിലേക്ക് കയറാം. അപ്പോ പാലത്തിന്റെ അടിയിലോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് പുഴ. നല്ല രസമുണ്ട് പാലത്തിന്റെ വർക്ക് ഇവിടുന്ന് കാണാന്. നല്ല രീതിയിൽ ഇവിടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാലം ഉണ്ടാക്കിയിട്ടുള്ളൂ, പഴയ പാലം ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു പാലം ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോ രണ്ട് പാലം അങ്ങനെ ആവും യൂസ് ചെയ്യുക. അപ്പോ എങ്ങനെ ഇത് ശരിയാവാന്ന് എനിക്കറിയില്ല. ഈ പാലത്തിന് കുറച്ച് വീതി കൂടുതലാണ്, പുതുതായി ഉണ്ടാക്കിയ 6 ബീമൊക്കെ കൊടുത്തിട്ടാണ്. പഴയ പാലം കാണാൻ നമുക്ക് ഒരു 3 ബീം മാത്രമേ ഉള്ളൂ. അപ്പൊ അതും ഇതും തമ്മിൽ നല്ല വ്യത്യാസമൊക്കെ ഉണ്ട്. വീതി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവോ എനിക്കറിയില്ല. ഇവിടെ കുറെ ഭാഗം കണ്ടില്ലേ, പുഴ ഇടിഞ്ഞു പോയിട്ടുണ്ട്, മണ്ണൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഏറ്റവും വലിയ സന്തോഷം എന്താ പറഞ്ഞാല് നമുക്ക് ദൂരെയുള്ള ആളുകളൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പുറത്തുനിന്നുള്ള മറ്റ് കൊല്ലം, കോട്ടയം ഭാഗത്തൊക്കെ ഉള്ള ആളുകളൊക്കെ കമന്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തൊടുപുഴയിലുള്ള ഒരാള് കമന്റ് ചെയ്തിരുന്നു. അതൊക്കെ വളരെ സന്തോഷം തോന്നി. അപ്പൊ ഇതാണ് നമ്മുടെ കടലുണ്ടിപ്പുഴ. നല്ല ഭംഗിയായിട്ട് ഇവിടെ ഉണ്ട്, വെള്ളം കുറവായത് കൊണ്ടാണ്. ഇപ്പോ പാലത്തിന്റെ മുകളിലോട്ട് വന്നിട്ടുണ്ട്. പാലത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പാലത്തിന്റെ കുറച്ച് ഭാഗത്ത് ഇനി സൈഡ് വാള് വെക്കണ വർക്കാണ് നടക്കേണ്ടത്. പഴയ പാലം കാണാം, അതിലൂടെ വണ്ടിയൊക്കെ പോകേണ്ടത്. പഴയ പാലും പുതിയ പാലും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇതിന്റെ ബാരിക്കേഡൊക്കെ നോക്കുക കാണാം, അതൊരു പഴയ ഡിസൈനാണ്. ഇതാണ് ഇപ്പോഴത്തെ പാലം. ഈ പാലത്തിന്റെ വീതിയും ആ പാലത്തിന്റെ വീതിയും ഒരുപോലെ അല്ല. അത് 3 ലൈനായിട്ട് പോവാനുള്ള വീതി ഉണ്ടാവോ എന്ന് എനിക്കറിയില്ല. അപ്പൊ നിങ്ങള് അറിയണവര് കമന്റിലൂടെ ഒക്കെ അറിയിക്കുക. ഈ പാലം കണ്ടില്ലേ, കുറച്ചും കൂടെ വീതിയായിട്ട് തോന്നുന്നുണ്ട് കാണുമ്പോ തന്നെ. അപ്പോ അത് 3 ലൈനാക്കി ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇവിടെയാണ് പാലം ജോയിന്റ് ആകേണ്ടത്. ജോയിന്റ് ആക്കണ ഭാഗമാണ് ഈ കാണേണ്ടത്. ഇനി ജോയിന്റ് ആക്കി എടുക്കാനുള്ളതാണ്. ഇവിടെയൊക്കെ ലൈറ്റിനുള്ള സ്പേസ് ആണ് തോന്നുന്നത്. പിന്നെ പോരാത്ത ഇവിടെ എന്താ പറയാ, ഇവിടെ ഒരു അത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ആളുകൾക്ക് ഒരു പ്രശ്നമില്ലാതെ നടന്നു പോവാനുള്ള ഒരു ഫുട്പാത്ത് ഉണ്ട്. ഈ തലക്കല് മാത്രം കുറച്ച് ഭാഗത്ത് മാത്രമേ ഇനി ഇതിന്റെ ബാരിക്കേഡ് നിർമ്മിക്കാനുള്ളൂ. ബാക്കിയുള്ള എല്ലാം അവിടെയൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അവിടെ ഒരു ഓവർപാസ് ഉണ്ട്. അപ്പൊ അതിന്റെ മുകളിലേക്ക് ഇവിടുന്ന് അങ്ങോട്ട് ജോയിന്റ് ആക്കുമായിരിക്കും. അതിനുള്ള വർക്കാണ് ഇനി തുടങ്ങാനുള്ളത്. അപ്പൊ ഈ എൻഡിൽ വന്ന് നോക്കുമ്പോ ഇതാണ് ഇവിടുത്തെ കാഴ്ച. എന്താ പറഞ്ഞാല് ഇവിടെ ഒരു JCB ഉണ്ട്. JCB തന്നെയല്ലേ, എന്താ ആ മണ്ണമർത്തുന്ന ഒരു ഇതാക്കുന്ന ഒരു വണ്ടിയുണ്ട്, ഒരു എഞ്ചിനും ഉണ്ട്. അപ്പോ ഇവിടെ കട്ടൊക്കെ വെച്ച് പൊക്കാനുള്ള പരിപാടിയിലാണ്. ഇവിടുന്ന് ഇങ്ങനെ പാലത്തുമൊക്കെ അവിടെ നിങ്ങൾ കാണുന്നില്ല ഒരു ഓവർപാസ്, അതും ഈ പാലത്തിന്റെ ഹൈറ്റും തമ്മിൽ ഇങ്ങനെ മണ്ണിട്ട് പൊക്കി റെഡി ആക്കാനുള്ളതാണ്. അതിന്റെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു
മണ്ണമർത്തുന്ന വണ്ടിയുണ്ട്. ഇവിടെ ഇങ്ങനെ മണ്ണൊക്കെ കൊണ്ടുവന്ന് റെഡിയാക്കി വരുന്നുണ്ട്. അങ്ങനെ ഈ പാലത്തിലേക്ക് ഇങ്ങനെ ജോയിന്റ് ആക്കായിരിക്കും. അപ്പോ അതുകൂടെ കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള വർക്ക് കഴിയും. വണ്ടികളൊക്കെ പഴയ റോട്ടിലൂടെ പോണ കാണില്ല. അപ്പൊ പുതിയ പാലം പഴയ പാലം തമ്മിൽ ഒരു 1.5 മീറ്റർ വീതിയൊക്കെ കാണും വ്യത്യാസം. അപ്പൊ നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം അവിടെയുള്ള കാഴ്ചകൾ എന്താണ്. വണ്ടി ഓടിച്ചുള്ള വീഡിയോ എടുക്കാന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഓട്ടോറിക്ഷയിലാണ് ഞാൻ വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ നമുക്ക് ഇറങ്ങിയാണ്ടുള്ള സീനുകളാണ് അധികം എടുക്കാൻ നല്ലത്. പിന്നെ റോഡില് അധികം തിരക്ക് കൂടുതലായതുകൊണ്ട് വാഹനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് കണ്ടില്ലേ, കൂരിയാട് ഭാഗത്താണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് വണ്ടികളൊക്കെ വരി വരിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇതാണ് ഇവിടുത്തെ അണ്ടർപാസ്. അതിന്റെ വർക്കൊക്കെ നല്ല രീതിയിൽ ഇവിടെ കഴിഞ്ഞു. ഇനി കട്ട വെച്ച് പൊക്കി കെട്ടുന്ന വർക്കാണ് ഇപ്പൊ ഇവിടെ നടക്കേണ്ടത്. അത് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പണിക്കാരുണ്ട്, നമുക്ക് കാണാം പണിക്കാര് പണിയെടുക്കുന്നത്. കൂരിയാട് മുമ്പ് കണ്ടവർക്ക് അറിയാം, വലിയൊരു ജംഗ്ഷനായിരുന്നു. ആ ജംഗ്ഷനൊക്കെ ഇപ്പൊ പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇപ്പൊ വേറൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ആ പോകുന്ന KSRTC കണ്ടില്ലേ, ആ സൈഡിൽ കൂടെയാണ് പോകേണ്ടത്. സെൻട്രൽ കൂടെ റോഡ് ഹൈവേന്റെ വർക്ക് ഇവിടെ നടക്കുന്നോണ്ട് 2 സൈഡായിട്ട് മാറിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഇവിടെ വന്നവർക്ക് അറിയാം, ഇവിടെ ഭയങ്കര ഒരു വലിയ ഒഴിഞ്ഞ ഗ്രൗണ്ട് പോലെയുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പൊ ഒരു സുഹൃത്ത് പറഞ്ഞു ഡ്രോൺ വീഡിയോ ഒക്കെ എടുക്കാന്. എന്റെ അടുത്ത് അതിനനുസരിച്ചുള്ള അവസ്ഥ ഒന്നും എത്തിയിട്ടില്ല. അപ്പൊ ഇവിടുന്ന് ഒരു നല്ലൊരു ഉയർന്ന സ്ഥലത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ നോക്കിക്കൊണ്ട്. ഇതാണ് റോഡിന്റെ വർക്ക് നടക്കുന്നത് കാണാം ഇപ്പൊ അണ്ടർപാസിന്റെ. അപ്പൊ നമുക്ക് കുറച്ച് അപ്പുറത്തൊക്കെ പോയി നോക്കാം ബാക്കി കാഴ്ചകൾ എന്താ അവിടെ നിന്ന്. അപ്പൊ ഇതാണ് കൂരിയാട് അണ്ടർപാസിന്റെ ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ട് നമ്മള്. ഇവിടുത്തെ കാഴ്ച ഇതാണ്. അപ്പൊ ഇവിടെ കുറെ ബ്ലോക്കുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് കാണാം. ഇതെന്താ പറഞ്ഞാല് ഡ്രെയിനേജ് വർക്കിനുള്ള സാധനങ്ങളാണ്. ഇത് ജോയിന്റ് ആക്കിയിട്ടാണ് ഇത് ഈ ഡ്രെയിനേജിന്റെ ഇതിനുള്ള സംഭവം ഉണ്ടാക്കല്. കണ്ടില്ല, ഇതുപോലെയുള്ള ഇത് ഇവിടെ വെച്ച് കണ്ടില്ല, ഇതുപോലെയാണ് ഇങ്ങനെ വെക്കാനുള്ളതാണ് ഈ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ആ സൈഡിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് വരാനോ അങ്ങനെയുള്ള ഒരു ചെറിയ ഓച്ചാൽ ഇവിടെ ഉണ്ട്. അതിന്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ കെട്ടിയിട്ട് കാണാം. ഈ സൈഡിലാണ് വർക്ക് നടക്കാനുള്ളത്. പിന്നെ അപ്പുറത്തെ ഒരു റോഡ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം. അതിലൂടെയാണ് ഇപ്പൊ വണ്ടിയൊക്കെ പോകുന്നത്. ഇതാണ് നമ്മളെ പഴയ റോഡ് ഫുള്ളായിട്ട് ഇവിടുന്ന് കോരി കൊണ്ടുപോയിട്ടുണ്ട്. അതിന്റെ ശേഷം ഇവിടെ എന്തൊക്കെയാ മണ്ണൊക്കെ വാരി ആകെ എന്തൊക്കെയാ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ വാഹനങ്ങൾക്ക് പോവാനും ഇതിന്റെ സൈഡ് റോഡായി മാറുന്ന ഒരു റോഡ് ഇപ്പൊ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ആ റോഡാണ് ഈ കാണുന്നത്. ഇപ്പൊ ഇതിലൂടെയാണ് ഇപ്പൊ വാഹനങ്ങൾ കടത്തിവിടേണ്ടത്. വണ്ടി പോണത് കാണല്ലോ അല്ലെ. കോഴിക്കോട് ബസ്സാണ് പോകുന്നത് പറക്കണേ. അപ്പൊ ഇവിടെ ഒരു ഡ്രെയിനേജിനുള്ള പണി നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇനി കുളപ്പുറം ഭാഗത്തോട്ട് പോയി നോക്കാം അവിടുത്തെ എന്തൊക്കെയാ വർക്ക് നടന്നിട്ടുള്ളത്. ഈ പൊളിച്ചിട്ടേക്കണ എന്താണെന്നറിയോ? ഇതാണ് പഴയ ഫുട്പാത്താണ്. ഇത് റോഡ്, ഇത് ഫുട്പാത്ത്. ഞാൻ എങ്ങനെ കാണുന്നത് അതേപോലെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. അത് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ക്ഷമിക്കുക. ഞാന് എങ്ങനെയാണ് ഇതില് കൂടെ കാണണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്നുള്ളൂ. അവിടുന്ന് കുറച്ചും കൂടെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ പണി നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നല്ല മാറ്റങ്ങളാണ് ഇവിടെ. അവിടെ ആ ഭാഗത്താണ് കുളപ്പുറം, അങ്ങോട്ട് പോകുന്നവർക്കാണ്. അങ്ങോട്ട് പോയിട്ടില്ല, പോവും. അത് ഈ പാടത്ത് ഒരു പാലം വരുന്നുണ്ട്, അതിനുള്ള ബീമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നല്ല ഒരു 3 ബീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വലിയ. അപ്പുറത്തെ ഒരു ബീം വർക്കൊക്കെ നടക്കുന്നത് കാണാം. നമുക്ക് ഇവിടെ പോയി നോക്കാം അവിടുത്തെ വർക്ക് എന്താണെന്ന്. അപ്പൊ നിങ്ങള് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ കമന്റിൽ അറിയിക്കണം കേട്ടോ.
ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങള്, ഞാൻ പറയുന്നതിലുള്ള തെറ്റുകളൊക്കെ നിങ്ങള് കമന്റിലൂടെ അറിയിക്കുക. അപ്പോഴാണ് എനിക്ക് അതിനെപ്പറ്റി മാറ്റം വരുത്താനൊക്കെ പറ്റുള്ളൂ. നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. പിന്നെ ഒരു ലൈക്കൊക്കെ തരിക, സപ്പോർട്ട്. ഇതാണ് ആ പാലത്തിനുള്ള വർക്കാണ് ഇവിടെ നടക്കേണ്ടത്. വലിയ ഹൈറ്റ് ഒന്നും ഇല്ല, ചെറിയൊരു പാലാണ്. പക്ഷെ ഇവിടെ ഒരു വെള്ളം ഒഴുകി പോണ തോടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നമ്മളെ മെഷീന് തുരക്കണ മെഷീനൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ആളിവിടെ റെഡിയാണ്. അപ്പൊ അത് എന്താണ് വലിയ ഹൈറ്റില് ഇതിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തുരക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോ പണി നടക്കുമായിരിക്കും പെട്ടെന്ന് തന്നെ. ഇവിടെ ഒരു പുതുതായിട്ടുള്ള ഒരു സ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഈ സൈഡ് വാളിനുള്ള. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം. ഈ സംഭവം ഒന്ന് ശരിക്കൊന്ന് വീഡിയോയിൽ എടുക്കാച്ചിട്ടാണ് ഒന്നും കൂടെ ഇവിടെ നിന്നത്. മെഷീനറി ഓക്കെ, പോയി നോക്കാം. ഇവിടെ പുറത്ത് ഒരു സൈഡിൽ ഇത് അതുപോലെയുള്ള ചെറിയ ചെറിയ ബീമുകൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇത് ഈ പാടത്തുള്ള ചെറിയ പാലല്ലേ, അതിന്റെ മുകളിലേക്ക് എടുത്തു വെക്കാനുള്ളതായിരിക്കാം. അപ്പൊ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാഴ്ച കണ്ടപ്പോ ഇവിടെ നോക്കി നിന്നതാണ്. ഇവിടെ ഒരു ബീം ഇവിടെ ഒരു കൊണ്ടുപോകാനുള്ള ഒരു വർക്ക് നടക്കുന്നുണ്ട്. അപ്പൊ അത് ക്രെയിൻ ഉപയോഗിച്ച് ചെയ്യുന്നത് ഇങ്ങനെ കണ്ടത്. ഈ ക്രെയിൻ ഉപയോഗിച്ചാണ് ഇത് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ഇതാണ് ബീം കൊണ്ടുപോകാനുള്ള വർക്കാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. അവിടെ ഒരു JCB ഉണ്ട്, NRCന്റെ ആണ് JCB ആണ്. അത് വലിച്ചു കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് തോന്നുന്നത്. നമ്മൾ നോക്കാം. സ്റ്റാർട്ടായിട്ടുണ്ട്, കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ഇതിലാണ് പോകുന്നത്. പുറത്ത് ഒരു 12 വീല്, അവിടെ ഒരു 12 വീല്, അങ്ങനെ വെല്ല വലിച്ചു കൊണ്ടുപോകുന്ന കാണാം നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ എത്തിയിട്ടുണ്ട്, കൊളപ്പുറം എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് നടന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പൊ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങി വന്നതാണ്. ഇവിടെ നല്ല മഞ്ഞ കളറ് മണ്ണാണ്, കിണറിലൊക്കെ പോലുള്ള. അപ്പോ ഇവിടെ അണ്ടർപാസ് കാണാം, നിങ്ങൾക്ക് അണ്ടർപാസിന്റെ അടുത്തേക്ക് പോവാം. ഇവിടെയൊക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടാറിങ്ങിനുള്ള ഈ മണ്ണൊക്കെ എടുത്തു മാറ്റി കഴിഞ്ഞാൽ ടാറിങ് ചെയ്യാനുള്ള അടുത്ത പരിപാടി തുടങ്ങാം. ഇവിടുന്ന് നോക്കുമ്പോഴത്തെ സീൻ ഇതാണ്. അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ച ഇതാണ്. അണ്ടർപാസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടൊക്കെ വർക്ക് കഴിഞ്ഞതായിട്ട് കാണാം. അണ്ടർപാസ് ഇതാണ്. അണ്ടർപാസ് കഴിഞ്ഞാലുള്ള കാഴ്ചയാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇവിടെ ടാർ ചെയ്തിട്ടില്ല, മെറ്റൽ മാത്രം അമർത്തി വെച്ച ഒരു സീനാണ് അവിടെ കാണുന്നത്. അപ്പൊ കുളപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഈ കുളപ്പുറത്തുനിന്ന് കൂടുതൽ വീഡിയോ എടുക്കുന്നില്ല, വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പൊ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങള് വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ ആ കൂടെ ലൈക്കും ചെയ്യുക നിങ്ങൾ കേട്ടോ. അപ്പോ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.